ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊന്നൊരു വ്ളോഗ് ചെയ്യും. വേറെ ഒന്നുമല്ല, ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 3:37. ഒന്നുമില്ല, ചെറിയ പള്ളിയിൽ പോകുന്നതും ചെറിയൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രസരമല്ല, ജസ്റ്റ് നിങ്ങൾക്കെല്ലാം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ കേട്ടോ. ഇവിടെ ഉറങ്ങുന്നുണ്ട്. അങ്ങനെ കേസ് ബ്രഷെല്ലാം ചെയ്യാൻ തുടങ്ങി. ബ്രഷെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. ഞാൻ തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ച് ഇനി കുറച്ചെൻ്റെ ബാങ്ക് കൊടുത്തിട്ട് സുബഹിക്ക് പള്ളിയിൽ പോകണം. ഈ തഹജ്ജുദിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ തഹജ്ജുദ് ഭയങ്കര സംഭവമാണ്. കാരണം വെച്ചാൽ നമുക്ക് ദൈവത്തോട് സംസാരിച്ചിട്ട് നമ്മൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയൊരു ടൈമാണ്. കാരണം വെച്ചാൽ നമ്മളൊന്ന് ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കണല്ലോ. വേറെ ഒന്നുമല്ല, നമ്മൾ പറയുന്നില്ലേ, നമ്മളെ ലൈഫിലൊന്നും ആയിട്ടില്ല, ഇല്ലെങ്കിൽ നമുക്ക് പൊതുവെ നമ്മളെ മനുഷ്യന്മാർക്കുള്ളൊരു പരാതിയാണ്. നമുക്ക് പഠിച്ചതിന് എത്ര തന്നാലും നമ്മൾ നന്ദി കാണിക്കില്ല മനുഷ്യന്മാർ. അതങ്ങനെയായിരുന്നു. നമുക്ക് കിട്ടുമ്പോഴൊരു ഇതേ ഉണ്ടാവും. പിന്നെ അതിന് ശേഷം നമ്മൾ ആദ്യം പണ്ടത്തെ പോലത്തെ മനുഷ്യന്മാരുടെ അവസ്ഥയെ നോക്കി. അങ്ങനെ ആ പറയുന്ന സംഗതി എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലൈഫിൽ വിജയമാണെങ്കിൽ, ഈ ദുനിയാവിലെ ആഹ്റത്തിൽ വിജയമാണെങ്കിൽ, നിങ്ങൾ ഈ തഹജ്ജുദ് നിസ്കാരം എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കുക. വെച്ചാൽ എൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ അങ്ങനെ വന്നതാണെന്നുള്ളത് സംഗതി. എൻ്റെ ഹിസ്റ്ററിയൊക്കെ അതിന് കുറേ മാറ്റം ഉണ്ടായി ഈ തഹജ്ജുദ് നിസ്കാരം കൊണ്ടുവന്നു കേട്ടോ. ചിലപ്പോൾ എൻ്റെ സംസാരം മനസ്സിലാവില്ല. ഒന്നാമത് തണുത്ത വെച്ചിട്ട് സൗണ്ടിലേക്ക് പോയിന്. പിന്നെ എനിക്ക് അഭിനയിക്കാറില്ല. സംസാരിക്കാൻ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ അങ്ങനെ വ്ളോഗായ മുമ്പ് ഹായ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവിടെ എനിക്കറിയില്ല. അങ്ങനെ നമ്മളെന്താണോ അതാണ്. അങ്ങനെ കേസ് സുബഹി ബാങ്ക് കൊടുത്ത് അങ്ങനെ ഇതാണ് എൻ്റെ വണ്ടി എടുത്തിട്ട് പള്ളിയിലേക്ക് പോക്കാൻ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ചെറുകുത്തി റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവില്ല. അങ്ങനെ പള്ളിയിലെത്തി. പള്ളീൻ്റെ ഫ്രണ്ടാണിത്. അങ്ങനെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി. ഉസ്താദൊക്കെ ഇവിടുന്ന് നിസ്കരിക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഒരു സമാധാനമാണ് ഈ സുബഹ് നിസ്കരിക്കുമ്പോൾ. ഈ രാവിലത്തെ നമ്മുടെ ഈ അമ്പലത്തിൽ പാട്ട് ആ ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. ഭയങ്കര എന്താ പറയുക, മനസ്സിന് ഒരു കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ് ഈ രാവിലത്തെ. അങ്ങനെ ചായ കുടിക്കാൻ വന്ന കേസ് ഇവിടുത്തെ ഒരു വനിതാ ഹോട്ടൽ ചെറുവത്തൂരുള്ള ഇവിടുത്തെ അടിപൊളി ചായ തന്നെ കേട്ടോ. ഇവിടെ 2-3 ആൾക്കാർ ചായയും നല്ല വടയൊക്കെ കഴിക്കുന്നുണ്ട്. ഞാനും നല്ല ഉഴുന്ന വടിയും ചായ എന്താ പറയുക, ഒരു രക്ഷയില്ല. സൂപ്പർ അടിപൊളി ചായ കേട്ടോ. നല്ല ചൂട് ഉഴുന്ന വടിയും നല്ല ടേസ്റ്റ് ഉണ്ട് രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു മുട്ടയും പാസ്സാക്കി നല്ല അടിപൊളി, നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ കേസ് ഇതാണ് ഇന്നത്തെ വ്ളോഗ്. അന്നേരം അഹങ്കാര കുശുമ്പ് ഇതൊന്നും ഇല്ലാത്തവർ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അന്നേരം വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.